5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സെക്രട്ടേറിയറ്റിൻ്റെ GAD ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു അറ്റൻഡർ മാറിപ്പോയി. അവർ മറ്റൊരു വകുപ്പിലേക്ക് പോയി. അപ്പോൾ മറ്റൊരു വകുപ്പിലേക്ക് പോയപ്പോൾ അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർ മാറിപ്പോയപ്പോൾ പുതുതായി അവിടെ വന്ന ഒരു അസിസ്റ്റൻറ്റ്, മറ്റൊരു അസിസ്റ്റൻറ്റ് പുതുതായിട്ടും അവിടെ ഉണ്ടായിരുന്നു മറ്റൊരു അസിസ്റ്റൻറ്റ് അവിടെ സീറ്റിൽ വൃത്തിയാക്കി ടവൽ മാറ്റി കഴുകി പൂജ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജാതി അഭിക്ഷേപം എന്ന് പറഞ്ഞ് വലിയ വാർത്തയാണിപ്പോൾ. പക്ഷേ ഇതിനകത്തൊരു ഒരു അപകടം കാണുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് പുതിയതായിട്ട് വന്ന അസിസ്റ്റൻ്റ് ആണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ പുതുതായിട്ട് വന്നൊരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ, ഒരു ന്യൂജൻ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത്ര വധ ജാതിയും അതൊന്നും കൊണ്ടു നടക്കുന്നവരല്ല. അതൊക്കെ പഴയ മാമൂലിൻ്റെ കാലത്തുള്ള കഥകളാണ്. ഇപ്പോഴങ്ങനെ ആരും ഇങ്ങനെ ഇതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരല്ല. ആരെയും ജാതിയും അതൊന്നും ചോദിക്കുന്നവരുമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അറ്റൻഡറാണ് മാറിപ്പോയെന്ന് പറയുന്നത്. അപ്പോൾ അറ്റൻഡർ സീറ്റ് എങ്ങനെയാണ് അസിസ്റ്റൻറ്റിന് വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അസിസ്റ്റൻ്റാണ് മാറിപ്പോയതെങ്കിൽ ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും, ഞാൻ സർക്കാർ സംവിധാനത്തിൽ നിന്ന് പുറത്ത് വന്ന ആളാണ്, അത് കഴിഞ്ഞ് വന്ന ആളാണ്. നമ്മളെല്ലാവരും അത് കോളേജിലായാലും സർക്കാരിലായാലും സ്ഥാപനങ്ങളിലായാലും എല്ലാവരും ഒരു സീറ്റിൽ ഒരാൾ ഇരുന്ന് ചെന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, പുതിയൊരാൾ സീറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സീറ്റിൽ കുറേ അറേഞ്ച്മെൻറ്റ്സിൽ വരുത്തും. ചിലപ്പോൾ ടവലെടുത്ത് മാറ്റും, ചിലപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുക്കും. ഇപ്പോൾ സർക്കാരിലൊക്കെ ആണെങ്കിൽ വേറെ പൈസ ഇല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി എടുക്കും. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ അലക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ അലക്കാരൻ്റെ കൊടുത്ത് അലക്കും. പിന്നെ ടവൽ ചിലപ്പം നമ്മൾ വാങ്ങിച്ചു കൊണ്ടിടും. നമ്മൾ പോകുമ്പോൾ ജോലിയിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ നല്ല കസേര കൊണ്ടിടും, ചിലപ്പോൾ നമ്മൾ കസേര ഒന്ന് തിരിച്ചിടും, സ്ഥലം മാറ്റിയിടും, അവിടെ അടിച്ച് വൃത്തിയാക്കും. അതെല്ലാം ജാതിയാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? സകല കാര്യത്തിലും ജാതി പറയുകയാണ്. അങ്ങനെ ജാതി ചിന്തിച്ചിട്ടാണോ അവർ അവിടെ വൃത്തിയാക്കിയത്? ഞാൻ അവരെ ന്യായീകരിക്കുകയാണ്. ഇതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ അറിയാതെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോഴാണ് പറയുന്നത്, നേരത്തെ എങ്ങാണ്ട് പേപ്പർ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല. പേപ്പർ കൊടുത്തപ്പോൾ വാങ്ങിക്കാതിരുന്നെങ്കിൽ അതിന് വേറെ കാരണങ്ങൾ കാണും. ഈ സ്ത്രീകൾ തമ്മിലുള്ള ഈഗോയും കോംപ്ലക്സും എല്ലാം ജാതിയുടെ പേരിലാണോ? ഇനി അങ്ങനെയാണെങ്കിൽ അന്ന് എന്തുകൊണ്ട് അവരത് പറഞ്ഞില്ല? അന്ന് അങ്ങനെ പേപ്പർ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ അവരുടെ ഹയർ ഓഫീസർമാരോട് ചെന്ന് പറയണ്ടേ, ഞാൻ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയണ്ടേ? അങ്ങനെ എന്താണ് ഒരു പ്രശ്നം? മാത്രമല്ല, ഈ പട്ടികജാതി പട്ടിക വിഭാഗക്കാരോട് അതുപോലെ ദളിതന്മാരോടൊക്കെ പറയാം, നിങ്ങൾ പട്ടികജാതിക്കാരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാതിയിൽ കുറഞ്ഞവരെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിങ്ങൾ താഴ്ന്ന ജാതി എന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ താഴ്ന്ന ജാതി മറ്റൊരു ഉയർന്ന, അങ്ങനല്ല. സാമ്പത്തികമായി പിന്നോക്കം നിന്നതായതുകൊണ്ടും സർക്കാർ ജോലികളിലും മറ്റ് പൊതു ഇടങ്ങളിലും ആവശ്യമായ എണ്ണത്തിന് ആളുകൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഭരണഘടനയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി, ഒരു പട്ടിക ഉണ്ടാക്കി. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ് 2 ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റിൽ കുറേ ജാതികളെ എൻലിസ്റ്റ് ചെയ്തു. അങ്ങനെ എൻലിസ്റ്റ് ചെയ്ത ജാതികൾക്ക് ചെറിയ സംവരണം കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ താഴ്ന്ന ജാതിയാണെന്ന്? നിങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് ആരാണിത് പറയുന്നത്? അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ പട്ടികജാതിക്കാരനാണെങ്കിൽ, ഞാൻ പട്ടികജാതിയിൽപ്പെട്ട പുലയനാണ്, പറയനാണെന്ന് നായരെയും നമ്പൂതിരിയും പോലെ പറയാൻ അഭിമാനബോധത്തോടുകൂടി നിൽക്കണം. നിങ്ങൾ നായരാണെങ്കിൽ ഞാൻ പുലയനാണ്, നിങ്ങൾ നമ്പൂതിരിയാണെങ്കിൽ ഞാൻ പറയനാണ്, നിങ്ങൾ പട്ടരാണെങ്കിൽ ഞാൻ പട്ടികജാതിയാണെന്ന് പറയണം. അപ്പോൾ ജാതി പ്രശ്നമൊക്കെ അവിടെ തീരും. ഇതല്ല, ഒരു കോംപ്ലക്സ് അവരേലും കിടപ്പുണ്ട്. പട്ടികജാതി ഞങ്ങളൊക്കെ കുറഞ്ഞവരാണ്, ഞങ്ങളെ ഇവൻ ജാതി പറഞ്ഞു, നോക്കി, നുള്ളി, പിച്ചി, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ആ മാറിപ്പോയ അറ്റൻഡറെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അത് അധിക്ഷേപ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ പട്ടികജാതിക്കാരിയല്ലേ എന്ന് ചോദിച്ചാൽ അധിക്ഷേപം പോലെ പട്ടികജാതിക്കാരിയാണല്ലോ, ജനിച്ചത് അവിടെ അല്ലേ? അല്ലെ നായരല്ലേ? നായരാണ്. നിങ്ങൾ നമ്പൂതിരിയല്ലേ? നമ്പൂതിരിയാണ്. അല്ലെങ്കിൽ ആ സമുദായത്തിൽ ജനിച്ചതല്ലേ എന്ന് ചോദിച്ചാണ്. അതിനപ്പുറം അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കേസ് വരും. അത് വേറെ കഥ. അട്രോസിറ്റി, അത് വേറെ കഥ വരും. ഇനി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചാൽ വരും, അത് വേറെ കഥയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽ കൊടുത്തപ്പോൾ, നോട്ട് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പേപ്പർ കൊടുത്തപ്പോൾ, പേന കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല, ജാതി കുറഞ്ഞവരായതുകൊണ്ട് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും ചിന്തിക്കാവുന്നതാണ്. ജാതി ഉണ്ട്, പക്ഷേ സെക്രട്ടേറിയറ്റിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ജാതി ഉണ്ട്. ഈ കറുത്ത നിറമായതുകൊണ്ട് ജാതിയുടെ ഒരുപാട് പീഡനം, ഞാൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളാണോ എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പലരുടെയും പീഡനമൊക്കെ ഞാനും ഏറ്റു വാങ്ങിയിട്ട് അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ മാറിപ്പോകുമ്പോൾ മറ്റൊരാൾ വന്ന് ഇപ്പോൾ ചാണകം തളിക്കുക, ശുദ്ധികലശം ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ ഓക്കെ. അല്ലാതെ അവിടെ വൃത്തിയാക്കി എന്ന് വിചാരിച്ചാൽ, അത് കഴുകി വൃത്തിയാക്കിയാൽ പോലും വൃത്തിയാക്കി, അല്ലെങ്കിൽ സീറ്റ് ഒന്ന് തുടച്ചിട്ടു, അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച അവരുടെ കാഴ്ചപ്പാടല്ലേ. ഓരോരുത്തർ മാറുമ്പോൾ പുതിയ ഒരു വർക്ക് കംഫർട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പറയുന്നതൊന്നും ശരിയല്ല. പൊടിയടിച്ചിരിക്കുന്ന സ്ഥലം തുടച്ച് വൃത്തിയാക്കിയെങ്കിൽ അത്രയും സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്.
അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ജാതിയ മതത്തെ എല്ലായിടത്തും കുത്തിത്തിരുകി ഈ കൃഷ്ണകുമാറിൻ്റെ കേസ് വന്നപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയതിന് ശേഷം പണം മോഷ്ടിച്ചിട്ട് അതിലും ജാതി കുത്തിത്തിരുകുന്നുണ്ട്. ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തിടത്തും കുത്തിത്തിരുകുന്നൊരു സമീപനം പട്ടികജാതി പട്ടികവർഗക്കാരും ദളിതന്മാരും പിന്നോക്കക്കാരും ഉപേക്ഷിക്കണം. അതിനെ മുതലാക്കാൻ മുതിർന്ന മുന്നോക്ക സമുദായം എന്ന് പറയുന്ന ആളുകളും ലിസ്റ്റിലുള്ളവരും കളിക്കരുത്. രണ്ടു കൂട്ടരും ജാതി കളിക്കരുത്. സെക്രട്ടേറിയറ്റിൽ നിന്നും അങ്ങനെ വരാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ വ്യക്തിപരമായ വൈരാഗ്യങ്ങളെ എടുത്ത് വലുതാക്കി വഷളാക്കി അത് ആർക്കെങ്കിലും എതിരെ പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ചെറിയ അനുഭവം കൂടിയുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഓഫീസറാണ്. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗക്കാരനായ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് സ്ഥിരമായി കൃത്യസമയത്ത് ഓഫീസ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പലവട്ടം കൃത്യസമയം എൻ്റെ ഒരു സുഹൃത്തായ ഓഫീസർ പറഞ്ഞ കഥയാണ് ഞാനീ പറഞ്ഞത്. കൃത്യസമയത്തിന് ഓഫീസിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കൃത്യസമയത്ത് വരത്തില്ല. വന്നാലും ലേറ്റായിട്ട് ഒപ്പിടുകയുള്ളൂ. പല തരികിടകളുണ്ട് ഓഫീസിൽ. അവസാനം ഇതൊക്കെ പിടിച്ചിട്ട് ഒരു ദിവസം പിടിച്ച് വരട്ടി പറഞ്ഞ് നിങ്ങളെ ജാതി മതമൊന്നും ഞാൻ നോക്കൂല, നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യും, ഞാൻ ശിക്ഷാ നടപടികൾ കൊണ്ടുവരും, നിങ്ങളിങ്ങനെ പോയാൽ പറ്റത്തില്ല, നിങ്ങൾക്കൊരു കൺസെഷനും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും. ഈ ജാതി മതം എന്നൊരു വാക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇയാൾ ഉടൻ തന്നെ അത് റെക്കോർഡ് ചെയ്തു. ഈ ഓഫീസർ അറിയാതെ റെക്കോർഡ് ചെയ്തു. എന്നെ ജാതി വിളിച്ചു, ജാതി എന്ന് പറഞ്ഞ് വേണ്ട പുകലുണ്ടാക്കി പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുണ്ട് കേസ് കൊടുത്തു. അവർ പക്ഷേ അത് ദൂരക്കളഞ്ഞു. അവർ പറഞ്ഞ് നീ പോയി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറഞ്ഞു. അവരത് എടുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഏത് ചെറിയ കാര്യത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിട്ട് പോലും അതിൽ ജാതി ഫിറ്റ് ചെയ്യുന്നൊരു സംവിധാനം നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട്. അത് പ്രോത്സാഹനജനകമല്ല. അങ്ങനെ ചെയ്യരുത്. സെക്രട്ടേറിയറ്റിനകത്തുള്ള ഏത് ഓഫീസിലായാലും ഒരു ഓഫീസർ മാറിപ്പോകുമ്പോൾ, അസിസ്റ്റൻ്റ് ആയാലും IAS ആയാലും ചീഫ് സെക്രട്ടറി ആയാലും മാറിപ്പോകുമ്പോൾ അടുത്ത് വരുന്ന ആൾ ചില ശുദ്ധീകരണ പ്രക്രിയകൾ ചിലപ്പോൾ ചെയ്യും. അത് മന്ത്രവാദവും അല്ലെങ്കിൽ പൂജയും ഹോമവും ഗണപതി ഹോമവും ഒന്നും അല്ലല്ലോ ചെയ്തത്. അല്ലാതെ വൃത്തിയാക്കുന്നതിനെയും സീറ്റ് തിരിച്ചിടുന്നതിനെയും മാറ്റിയിടുന്നതിനെയും ടവൽ മാറ്റുന്നതിനെയും ഒന്നും നമ്മൾ ജാതിയുടെ കാർഡ് വെച്ച് അളക്കുന്നത് ശരിയല്ല, കളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഏതോ പെൺകുട്ടിയാണ് ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഭരണകക്ഷിയെ ഒന്ന് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കേരളം ഭ്രാന്താലയമൊന്നും വിളിച്ചിട്ട് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായി, 2 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇവിടെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യാഗുരുവും അയ്യങ്കാളിയും പിന്നെ അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയും ഒരുപാട് ആളുകളും പിന്നെ വന്നിട്ടുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു കേരളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ജാതിക്കളി കൊണ്ടുവന്ന് ജാതി കാർഡ് എവിടെയെല്ലാം ഇറക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഇറക്കുന്നൊരു ശൈലിയുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല.